ഓക്കെ, എന്താണ് ട്രേഡിങ്? നമുക്ക് ട്രേഡിങ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു രീതിയിൽ പറഞ്ഞുതരാം എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു സാധനം, സിമ്പിളായിട്ട് പറയാം, ഒരു ചെറിയൊരു ഗുഡ് ഒരു സാധനം നമ്മൾ മേടിക്കാന്ന് വെച്ചു. അതൊരു 100 രൂപയ്ക്ക് നമ്മൾ മേടിച്ച് 100 രൂപയ്ക്ക് മേടിച്ച സാധനം നമ്മളൊരു 500 രൂപ ആവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ 100 രൂപയ്ക്ക് ഈ സാധനം മേടിക്കുന്നത്. ആ 100 രൂപ കിട്ടുന്ന സാധനം 500 രൂപ ആകുമ്പോഴത്തേക്ക് നമ്മൾ വിറ്റയക്കുന്നു. ഓക്കെ, 500 നമുക്ക് പ്രോഫിറ്റ്, 400 രൂപ പ്രോഫിറ്റ്. ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ ട്രേഡിംഗ് സ്ട്രാറ്റജിയും കാര്യങ്ങളെല്ലാം. പക്ഷേ അത് വലിയ റോക്കറ്റ് സയൻസോ പറഞ്ഞ പോലെ റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നുമല്ല. ആർക്കും, ഏതൊരാൾക്കും, പ്രായം ചെന്ന ആൾക്കാർക്കോ, കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസിനോ, കോളേജിൽ നിന്ന് ഇറങ്ങിയവർക്കോ, അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോ ആർക്ക് വേണമെങ്കിലും പഠിച്ച് നമുക്ക് ഈ ഒരു ട്രേഡിംഗ് മേഖലയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാൻ പറ്റും. അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയയാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ സൊസൈറ്റിയിൽ വളരെ നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യം കൂടാണ്. എന്താണ് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, പഠിക്കാതെ ഈ ഒരു ട്രേഡിംഗ് മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ സ്റ്റോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാഡേ ആണോ ഡെലിവറി അതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ, സ്റ്റോക്കിനെ കുറിച്ചൊന്നും പഠിക്കാതെ നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് കൊണ്ട് അതിലിടുകയും അത് നഷ്ടം ഉണ്ടാവുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് നഷ്ടം നമുക്ക് ഒരു 2 ലക്ഷം രൂപ ഉണ്ട്. 2 ലക്ഷം രൂപ കൊണ്ടുപോയി ഏതെങ്കിലും സ്റ്റോക്കിൽ ഇട്ടിട്ട് ആ പൈസ പോയി. പഠിച്ചിട്ടൊരാൾ ആ പൈസ കൊണ്ടിട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ, നല്ലോണം പഠിച്ചിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം കൊണ്ടിടുവാണെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ പഠിക്കണം. പഠിക്കാതെ ഒന്നും നമുക്ക് നേടാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് സിസ്റ്റമാറ്റിക് റൂളുണ്ട്. അത് പണ്ട് മുതൽ ഇപ്പം ഏകദേശം കേരളത്തിലൊക്കെയാണ് ഏതാണ്ട് 1%, 2% ഒക്കെ ഉള്ള നിലവിൽ ട്രേഡിംഗ് മേഖലയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. മറ്റ് ഇപ്പം USA ആണെങ്കിൽ ഏതാണ്ട് 75 അല്ലെങ്കിൽ 45, 55% ആൾക്കാരും ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ട്രേഡിങ്ങിൻ്റെ ഓരോ സ്ട്രാറ്റജിയെ കുറിച്ചാണ്. അത് വളരെ സിമ്പിളാണ്. സിമ്പിളെന്ന് പറഞ്ഞാൽ അത്രയും പട്ടിയൊന്നുമില്ല. നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കാര്യമുള്ളൂ. അതിനകത്ത് വേറൊരു കാര്യം, ഫിനാൻഷ്യലി നമുക്ക് ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് ജോലി തന്നെ വിട്ടിട്ട് ഈ മേഖലയിലോട്ട് വന്ന് ഇത് ദിനം പ്രതി നമ്മൾ ചെയ്ത് പഠിച്ച് ഇത് തന്നെ സ്ഥിരം തൊഴിലാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നോ അത്രത്തോളം നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമുക്ക് ഡെയിലി എത്രയോ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ഇഷ്ടംപോലെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയുന്നുണ്ട്. ആ കളയുന്ന സമയം നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. ഇപ്പം ഇവിടെ നിന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ആവേശം കയറിയിട്ട് ഇത് ചെയ്യണം, എടുക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ വൈഫോ പറയും, നിങ്ങൾക്ക് ഭ്രാന്ത, ഇത് ചെയ്തിട്ട് എന്നൊരു കാര്യമില്ല, അപ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഡൗൺ ആകും, തീർന്നു. അങ്ങനല്ല. ഇത് നമ്മൾ വളരെ നമുക്ക് ഡെയിലി കിട്ടുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 അവർ ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഷുവറാണ് വളരെ നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും. കാര്യം ഞാൻ ഒരു സാധാരണക്കാരനാണ്, അല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുകയും എന്താണ് മാർക്കറ്റെന്ന് പഠിക്കുകയും മാർക്കറ്റിനെ നമ്മളെ മനസ്സിലേക്ക് ഡെയിലി മാർക്കറ്റ് ഓടുന്ന കാര്യങ്ങളും മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നെന്നുള്ളതെല്ലാം നമുക്കത് മനസ്സിലാക്കണം. ഡെയിലി ഒരു അരമണിക്കൂർ 10 മിനിറ്റ് മതി. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കാര്യമുള്ളൂ. അത് മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങളുടെ മെയിൻ ഘടകം. ഇപ്പോൾ ഇതിന് എങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും മനസ്സിലാക്കിക്കൊണ്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം.
ഇതിപ്പം ഇൻട്രാഡേ ആണ് നമ്മൾ കുറച്ചുകൂടി ബെനിഫിറ്റ്. ഡെലിവറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എമൗണ്ട്, നിശ്ചിത എമൗണ്ട് ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ബോണ്ടിൽ, അതുപോലെ തന്നെ ക്രിപ്റ്റോയിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 1, 2, 3 വർഷങ്ങൾക്ക് ശേഷം അതിന് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഇൻട്രാഡേ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മനസ്സിലായി, ഇൻട്രാഡേയും ഡെലിവറി ഉണ്ട്. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ഡെയിലി, ഇന്ന് നമ്മൾ മേടിക്കുന്ന ഒരു സ്റ്റോക്ക് മേടിക്കുന്നു, ഇന്ന് തന്നെ വിറ്റ് കളയുന്നു, അങ്ങനെ ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് എങ്ങനെ ഇത് നമ്മളിലോട്ട് കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് ഇത് പഠിച്ച് നല്ലൊരു ലെവലിലോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി നമ്മൾ ഇതിനു വേണ്ടി സമയം കളയുക. അതായത് നമ്മൾ ഇത് എക്സ്പീരിയൻസ് ഡെയിലി പഠിച്ച് കൊണ്ടുവരും. നമ്മളുടെ സമയം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ അനുഭവം കൊണ്ടുവരികയും ചെയ്യുമ്പോഴത്തേക്ക്, എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 കാര്യങ്ങൾ കിട്ടും. എന്താണെന്നറിയോ? അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്ത് അല്ലേ, അതിനുവേണ്ടി സമയം മെനക്കെടുത്ത്. അപ്പം അതിൽ നമുക്ക് എന്താ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് എന്ത് കിട്ടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അനുഭവങ്ങളാണ് കിട്ടുന്നത് അല്ലേ. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് ഇപ്പം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരിക്കലും പറയത്തില്ല. കാര്യം അത് പഠിച്ച് തന്നെ ചെയ്യണം. ഈ നമ്മൾ കുറച്ച് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്, അനുഭവം കിട്ടും അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, അതായത് കുറച്ചൊരു 2-3 മാസം കഴിയുമ്പോഴത്തെ കുഞ്ഞ് എമൗണ്ട് ഇട്ടിട്ട് വെക്കണം. ചെറിയ എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ അതിനും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അത് ലോസ് ആവാൻ ആദ്യമേ ചിലപ്പം ഒരു 200-300 നിങ്ങൾ ആദ്യമേ ഇൻട്രാഡേ ചെയ്യണമെന്നില്ല, ഡെലിവറി ചെയ്താൽ മതി. ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ 50-100 വല്ല ഇൻവെസ്റ്റ് ചെയ്ത്, 100-150 ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നമ്മളെ സ്റ്റഡി വെച്ചിട്ട് നമ്മൾ പഠിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഹ്യൂജ് എമൗണ്ടൊക്കെ ഇട്ടിട്ട് വരണം. അങ്ങനെ കുറച്ച് എമൗണ്ട് ഇട്ടിട്ട് വേണം വലിയ എമൗണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഏടി എന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ട് ഒരു ആവേശം ഉണ്ടാക്കിയിട്ട് വന്ന് പൈസ അതിലിടുന്നു, ആ പൈസ പോകും, തീർന്നു, ക്ലോസ്. അങ്ങനല്ല. അതിൽ എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പൈസ ഇടാനല്ല, പഠിക്കാനാണ്. പഠിച്ചിട്ട് വേണം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പം 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം നമ്മൾ ഇതിനെക്കുറിച്ച് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പഠിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട്, തുച്ഛമായ എമൗണ്ട് ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മളെ സ്റ്റഡി വെച്ച് നമുക്ക് ഓരോരുത്തർക്കും, നമുക്ക് എൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എല്ലാ ചാർട്ടിലും, ലോകത്തുള്ള എല്ലാ ചാർട്ടിലും നമുക്ക് ഈ സ്റ്റഡി, ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവുന്നുണ്ട്. കാര്യം നമ്മൾ ഡെയിലി ഇങ്ങനെ വാച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു രീതിക്ക് വരുന്നത് കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പം അത് നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടി പരിശ്രമിക്കണം. വെറുതെ ഒന്നും നമുക്ക് ആരും ഇങ്ങോട്ട് കൊണ്ടു തരത്തില്ല. നമ്മൾ വേണം അത് നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുകയും അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റുകയും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ ട്രേഡിങ്ങിൻ്റെ ഓരോ സെഷനും ഇത് എങ്ങനെ എടുക്കണം, പഠിക്കണം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചാർട്ടിൻ്റെയും ഓരോ രീതികളും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അത് ഞാൻ ചെയ്യുന്നതാണ് ഇൻട്രാഡേ, ഡെയിലി വാങ്ങുകയും വിളിക്കുകയും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ഇൻഡെക്സ് ഞാൻ ചെയ്യുന്നത്, ഇൻഡെക്സാണ്. സ്റ്റോക്ക് മേടിക്കുന്ന പറഞ്ഞാൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. അപ്പം നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നല്ലൊരു ടാറ്റ സ്റ്റീൽ, ഇപ്പം റിലയൻസ്, ഇപ്പം നമുക്ക് ഒരു പ്രൊഡിക്ഷനുണ്ട്. ഇപ്പം അത് മുകളിലോട്ട് പോവുക, നാളെ ഇന്ന് മാർക്കറ്റ് ഡൗൺ കിടക്കുക, ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ മുകളിലോട്ട് പോവുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് ആണോ? അല്ല, മറിച്ച് മാർക്കറ്റ് നമ്മൾ നോക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ നമുക്ക് അതിൽ നിന്ന് ഇപ്പം ബൈ ചെയ്യുക, എവിടെ സെല്ല് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നപ്പോഴാണ് പഠിച്ചതിന് ശേഷമാണ്. കുറച്ച് നാൾ നമ്മൾ പഠിക്കും, കുറച്ച് നാൾ വേണ്ട, ഒരു 1-2 മാസം 3 മാസം നമ്മൾ പഠിച്ചതിന് ശേഷം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായി? ചിലപ്പം നിങ്ങൾക്ക് ലോസ് ആയിരിക്കും, പോട്ടെ, ചെറിയൊരു എമൗണ്ടല്ലേ ലോസ് വരുന്നത്. അത് നിങ്ങൾ പഠിക്കാൻ നമ്മൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് കുറച്ച് പൈസ കൊടുത്തല്ലേ പഠിക്കുന്നത്, ആ പൈസ കൊടുക്കുന്നതായിട്ട് കരുതിയാൽ മതി. ഓക്കെ, അപ്പം ഇതിനെ എത്രത്തോളം നമുക്ക്
ഈ മേഖലയിൽ നമുക്ക് വന്നുകൊണ്ട് എത്രത്തോളം നമുക്ക് ഇത് നമുക്ക് ഗുണകരമാവുന്ന രീതിയിൽ എങ്ങനെ ഇതിൽ നിന്നൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടോണ്ടിരിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സംശയങ്ങൾ, നിങ്ങൾക്ക് ഇത് ഈ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സംശയങ്ങൾ തമ്മിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു കയറി വരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഒരു നോട്ട് പാഡ് വേണം നമ്മൾ എഴുതി വെച്ചിട്ട് പഠിക്കുക. അപ്പം കുറച്ചുകൂടെ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് ഒത്തൊരുമയോട് പഠിക്കുമ്പോൾ ഐക്യമത്യം മഹാബലം എന്നല്ലേ, ഒത്തൊരുമയോട് പഠിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സംശയങ്ങൾ വരും, അത് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് സഹായകരമാകും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വരുന്നത് കേൾക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ കാണും. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഓരോന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം എന്തായാലും അടുത്ത വീഡിയോ. ഓക്കെ.